നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലോട്ട് വരുന്നു തിരിച്ചു പോകുന്നു ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളതുകൊണ്ടാട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി വരുന്നത്. ഇൻസ്റ്റയിൽ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ജോലിയാ ഇടയ്ക്കിടയ്ക്കൊക്കെ ലീവ് കിട്ടി നാട്ടിൽ പോകാൻ പറ്റുന്നുണ്ടല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നിയ പോലെ ലീവ് ഒന്നും എടുക്കാൻ പറ്റുന്ന ജോലിയൊന്നും അല്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പം ലീവ് എടുത്തല്ലേ പറ്റുള്ളൂ. ചിലപ്പോൾ ലീവ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ ലോസ് ഓഫ് പേ ആയിരിക്കും, അതൊക്കെ നമ്മുടെ കാര്യങ്ങളല്ലേ. ഇപ്പം തപ്പിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ വീടിൻ്റെ ചാവിയാട്ടാ. എല്ലാം എന്താ തിരിച്ച് പിറക്കി എടുത്തിട്ട് ഞാൻ തപ്പുക. കാരണം നമ്മൾ മോനോട്ടിനെ ഇവിടെ നിർത്തിയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഒരു ബാഗ് ഇവിടെ വെച്ചിരിക്കുക. ഞാൻ താക്കോൽ വെച്ച് എവിടെയാന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയപ്പോൾ എനിക്കൊരു ഓർമ്മയില്ല. തപ്പി എല്ലാം മൊത്തം ബാഗിൽ നിന്ന് എല്ലാ സാധനങ്ങളും അഴിച്ച് പിറക്കി വെളിയിലിട്ട് തപ്പി നോക്കിയിട്ടും കണ്ടില്ല കേട്ടോ. ഞാനെല്ലാം മറ്റേ കാറ്റഗറി ആളാണ്. നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കും. അവസാനം ഈ സേഫായ സ്ഥലം എവിടെയാന്ന് അങ്ങ് മറന്നു പോകും. ആ കാറ്റഗറി ഇല്ലേ അതാട്ടോ. അതേ തപ്പി ചെന്നപ്പോൾ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ എവിടെയോ ഇരുന്ന് കിട്ടിയിട്ടാ ചാവി. എൻ്റെ മോനൂട്ടനെ ഇവിടെ അമ്മുച്ചേച്ചിയുടെയും പ്രിയാമ്മയുടെയും സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാട്ടാ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മോനൂട്ടനെ ഇത്രയും ദിവസം മാറ്റി വേറൊരിടത്ത് നിർത്തിയിട്ട് പോകുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ അത് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ അവനും വിഷമമാവല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എന്താ പറയേണ്ടത് സങ്കടമൊക്കെ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ നിന്ന് കേട്ടാ. പിന്നെ പിള്ളേർ ഇൻഡിപെൻഡൻ്റ് ആവുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊരു ദിവസം പെട്ടെന്ന് ഇല്ലാതായാലും അവർ ജീവിക്കാൻ പഠിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. കുഞ്ഞപ്പന് മനസ്സിലായിട്ടില്ല നമ്മൾ തിരിച്ചു പോവാന്ന്. എവിടെയോ അടുത്തെങ്ങാനും പോയിട്ട് വരുവാന്ന് വിചാരിച്ച് ആൾ വണ്ടി കയറി ഇരിക്കുക കേട്ടോ. പ്രിയയുടെ പപ്പയാണ് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വിട്ട് തന്നത്. എപ്പോഴും പോകുമ്പം മോനൂട്ടനാട്ടാ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രെയിനിൽ കയറുന്നവരെ എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയില്ല. കാരണം കുഞ്ഞപ്പനും ഞാനും മാത്രമായിട്ടുള്ള പോക്കല്ലായിരുന്നോ. എനിക്കാണെങ്കിൽ മോനൂട്ടനെ നിർത്തിയിട്ട് പോകുന്നതിൻ്റെ ഒരു ടെൻഷനും എല്ലാം കൂടെ ആയിട്ട് ഒരു വല്ലാത്ത മൂഡായിരുന്നു കേട്ടോ. അതാ ഞങ്ങൾ ട്രെയിനിൽ കയറി. കുറേ സമയം കഴിഞ്ഞ് കുഞ്ഞപ്പനെ ഭയങ്കര പാടായിരുന്നു കേട്ടോ മാനേജ് ചെയ്യാൻ. മോനൂട്ടനുള്ളപ്പോൾ അവനുമായിട്ട് ഇങ്ങനെ കളിച്ചൊക്കെ നടക്കും. ഇവനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ അതേ മോനൂട്ടന് പകരം അവന് ട്രെയിനിൽ വെച്ചിട്ട് ചേട്ടനെ കിട്ടി കേട്ടോ. അതെ ഇതാണ് ആള്. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. വീടൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് ഞങ്ങൾ കുളിച്ച് റെഡിയായി വന്നിരിക്കുക കേട്ടോ. ഞാനാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്തുവാന്ന്. ശരിക്കും പറഞ്ഞാൽ മറ്റേ നാഗവല്ലി ആഭരണങ്ങൾ കാണിക്കുന്ന പോലെ കേട്ടോ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ആവശ്യം. ശരിക്കും പറഞ്ഞാലേ നാട്ടിലെ വെളിച്ചെണ്ണയ്ക്കും ഉപ്പിനും വരെ വേറൊരു ടേസ്റ്റാണ്. ആ ടേസ്റ്റ് മനസ്സിലാകണമെങ്കിൽ നാട് മാറി നിന്നാലെന്നല്ല നാട് വിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇത് സാമ്പാറാണെങ്കിൽ ഞാൻ കുറച്ച് കൂടുതൽ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നായിരുന്നേ. ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ് കഴിച്ചതിൻ്റെ ബാക്കി സാമ്പാറാണ്. ഈ സാമ്പാർ എടുത്തതിൻ്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട്. ഞാനൊരു ദോശമാവും കൂടെ വാങ്ങിച്ചുകൊണ്ടാട്ടാ വന്നത്. കാരണം കുഞ്ഞാപ്പി ഞാനും കൂടെ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഇവൻ ഉണ്ടാക്കാനൊക്കെ സമ്മതിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ദോശമാവും കൂടെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ആ സാമ്പാറിൻ്റെ ബാക്കിയുണ്ട്. പിന്നെ നമ്മുടെ ദോശമാവും കൊണ്ട് ഞങ്ങൾ ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടാ. അല്ലെങ്കിൽ ഈ വന്ന് ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കുഴഞ്ഞു. ഇനി എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവൻ എന്തെങ്കിലും ബഹളമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ ഒട്ടും പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പ്രിക്കോഷൻസ് എടുത്തിങ്ങി വന്നതാട്ടാ. ഞാനാണെങ്കിൽ 2 പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പാത്രം ഇങ്ങനത്തെ ഒരു പാത്രം ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ദോശമാവ് അരച്ച് വെക്കാൻ പറ്റുന്ന ഒരു പാത്രം, ഇച്ചിരി കുഴിഞ്ഞൊരു പാത്രം വേണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ദോശമാവ് അരച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളിങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പം അതെവിടെയോ മിസ്സായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു പാത്രം ഞാൻ വാങ്ങിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു തവി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തവി കാണിക്കാൻ വേണ്ടി എടുത്തപ്പോൾ കുഞ്ഞാപ്പി എടുത്തുകൊണ്ട് പോയതാട്ടെ. ഇങ്ങനെ കരഞ്ഞ് കാണിച്ചാൽ കുഞ്ഞാപ്പി ഇങ്ങനെ തിരിച്ചു തരും എന്ത് സാധനം. ഇപ്പം ഞാൻ കരഞ്ഞ് കാണിച്ചപ്പോൾ തവി തിരിച്ചു. നീ ഒരു ചിരട്ടത്തവി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തടിയുടെ ചിരട്ടത്തവിയല്ല, നമ്മുടെ തടിയുടെ തവിയില്ലേ അത്. നോൺ സ്റ്റിക്കൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട് ആ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇളക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാൽ കേട്ടോ. പിന്നെ ഈ സ്റ്റീലിൻ്റെ പാത്രം ഇത് നമുക്ക് ദോശമാവ് അരച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് വലിയ വിലയൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വിലക്ക് കിട്ടിയപ്പം അങ്ങ് വാങ്ങിച്ചതാണ്. 230 രൂപ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ അതിന്. പിന്നെ ഈ ഒരു പാത്രം ഇതിന് വെറും 100 രൂപയുള്ളൂ കേട്ടോ. ഇത് തൃക്കുന്നപ്പോഴേ ചെന്നപ്പം അവിടെ ഇരിക്കുന്നു ഈ പാത്രം. അപ്പം ഞാൻ ഉദ്ദേശിച്ച നമ്മളെ ദോശമാവ് അരച്ച് വെക്കാൻ വേണ്ടി പുളിപ്പിക്കാൻ വേണ്ടി വെക്കാൻ പറ്റിയ പാത്രമാണല്ലോ എന്ന് വിചാരിച്ച് ആ കട തിരക്കി പോയി ഞാൻ വാങ്ങിച്ചതാട്ടാ. നമ്മൾ പെണ്ണുങ്ങൾക്ക് ഈ പാത്രങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലത്തെ തന്നെ അതും നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല വിലക്കുറവിലൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലോ. നാട്ടിൽ പോകുമ്പോൾ സിലിണ്ടറൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടാട്ടാ പോകുന്നത്. അപ്പം നമ്മൾ വന്ന ഉടനെ ആദ്യം ചെയ്യുന്ന പരിപാടി വെള്ളം തിളപ്പിക്കലാണ്. വരുന്ന വഴി ഒരു 2 ബോട്ടിൽ വെള്ളം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് കാരണം തിളപ്പിച്ച വെള്ളം ഉണ്ടായിരിക്കത്തില്ലല്ലോ. നമ്മൾ വീട്ടിൽ 2-3 ദിവസം മുമ്പേ പോകുന്നതിന് മുമ്പ് തിളപ്പിച്ച് വെച്ച വെള്ളം പിന്നെ ഞാൻ വന്നിട്ട് അത് ഉപയോഗിക്കത്തില്ല. പുതിയ വെള്ളം എടുത്ത് തിളപ്പിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇവിടെ വെള്ളമൊക്കെ നമ്മൾ കാശ് കൊടുത്താട്ടാ വാങ്ങിക്കുന്നത്. ഈ പട്ടിക്കാട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചേ ജീവിത ചിലവൊക്കെ നന്നായിട്ട് കുറയും, ഒന്ന് അത്യാവശ്യം സമ്പാദിക്കാനൊക്കെ പറ്റുമെന്ന് വിചാരിച്ച്. പക്ഷേ ഡെവലപ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. വിലയൊക്കെ നമ്മുടെ നാട്ടിലേക്കാളും കൂടുതലുണ്ട് കേട്ടോ എല്ലാത്തിനും. അതുകൊണ്ട് ആ
സമ്പാദ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കിട്ടി കേട്ടാ. ഈ പാത്രത്തിലെ സ്റ്റിക്കർ ഇളക്കാനുള്ള ടിപ്പ് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, മിക്കവാറും എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെ ചൂടാക്കിയാൽ മതി കേട്ടാ. ചൂടാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് ഇളകി വരും. അങ്ങനെ ഞാൻ ആ സ്റ്റിക്കറൊക്കെ ഒന്ന് ഇളക്കുക. പണ്ടൊക്കെ ഞാനാണെങ്കിൽ എനിക്കറിയത്തില്ലായിരുന്നു ഈ ടിപ്പ്. എന്നിട്ട് ഈ സ്റ്റിക്കർ ഇതിനകത്തിരുന്ന് നമ്മൾ കഴുകി ഒരുമാതിരി ഒരു കളറിൽ വരും. എനിക്ക് ഭയങ്കര ഒരുമാതിരി കാണുമ്പം ഇങ്ങനെ എളുപ്പ് തോന്നുമായിരുന്നു. പക്ഷേ ഈ ഐഡിയ കിട്ടിയതിൽ പിന്നെ ഞാൻ ആദ്യം തന്നെ സ്റ്റിക്കർ ഇളക്കി കളയും. ഇളക്കി കളയാതിരുന്നാൽ ഈ നനഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഒരുമാതിരിയല്ലേ. സ്റ്റിക്കറൊക്കെ ഇളക്കി പാത്രമെല്ലാം ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് കേട്ടാ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ മോനൂട്ടനും ഏട്ടനും ഇല്ലാതെ ഞാനും കുഞ്ഞപ്പനും മാത്രമായിട്ട് ആദ്യത്തെ ദിവസമായിട്ടാണ്. എനിക്കാണെങ്കിൽ നല്ലൊരു ശങ്കയുണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ, ഇവൻ എങ്ങനെയായിരിക്കും, അവിടെ മോനൂട്ടൻ എങ്ങനെയായിരിക്കും, അവൻ ഓക്കെ ആയിരിക്കുമോ എന്നൊക്കെയുള്ള. അവൻ പിന്നെ വീണിടം വിഷ്ണു ലോകമാക്കുന്ന ആ കാറ്റഗറി ആയിട്ടാണ്. ചിലപ്പോൾ എനിക്ക് തോന്നും അവൻ എൻ്റെ സ്വഭാവമാണ്. ഞാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളുമായിട്ടും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെയായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച് ആവും കേട്ടോ. ഞാൻ എൻ്റെതായ ഒരു ഇടം അവിടെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് പക്ഷേ വിട്ടുപോകാൻ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. പക്ഷേ പുതിയൊരിടത്തിലോട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ വിട്ടുപോവുകയും ചെയ്യും. ആ സാഹചര്യമായിട്ട് പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യും. അവനും അങ്ങനത്തെ ഒരു കാറ്റഗറി ആയിട്ടാ. അത് പക്ഷെ നല്ലൊരു ശീലമാണ്. നമ്മൾ എന്താ പറയേണ്ടത്, എവിടെ ചെന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാമല്ലോ. എവിടെ കൊണ്ടിട്ടാലും നമ്മളങ്ങ് ജീവിക്കും. അതാണ്. ചെന്ന് വീഴുമ്പോൾ ഒരു പെടച്ചിലൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഏതെങ്കിലുമൊക്കെ വള്ളിയെ പിടിച്ച് നമ്മളങ്ങ് കയറും. അതാണ് കാറ്റഗറി. കുഞ്ഞപ്പൻ്റെ വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പുറകെ നടന്ന് ദോശ ഉണ്ടാക്കിത്താന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ദോശമാവ് നമുക്ക് നാളെ രാവിലത്തേക്കും എടുക്കാമല്ലോ. അങ്ങനെ ഞാൻ ദോശയെല്ലാം റെഡിയാക്കി. പിന്നെ സാമ്പാറുണ്ടല്ലോ, അതുമായിട്ട് കഴിക്കാൻ വേണ്ടി ദോശ ഇങ്ങനെ മുരുമുരാന്നുള്ള ദോശയില്ലേ, അതാട്ടോ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത്. ഏട്ടന് പക്ഷേ ഇങ്ങനെ കട്ടിയുള്ള ദോശയാണ് ഇഷ്ടം. എനിക്കും പിള്ളേർക്കും ഇങ്ങനെ ഈ പേപ്പർ ദോശയാണ് ഇഷ്ടം കേട്ടോ. ഗീ റോസ്റ്റ് ഇല്ലേ അത്. അപ്പം ഞാൻ എന്തായാലും ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടേതായ ഒരു ഇടം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. എൻ്റെ വീട്ടിൽ വെച്ചേ ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ബാത്റൂമിലല്ലാതെ വേറൊരു വാഷ്റൂം യൂസ് ചെയ്ത് പോലും ഇല്ലായിരുന്നു. എവിടെയെങ്കിലും പോയാൽ ഞാൻ കടിച്ച് പിടിച്ച് വീട്ടിൽ തന്നെ വന്നിട്ടേ കാര്യം സാധിക്കുകയുള്ളൂ. അപ്പം എൻ്റെ വീട്ടിൽ പറയുമായിരുന്നു, ഇവളെ കല്യാണം കഴിച്ച് വിടുന്ന സമയത്ത് ഈ വാഷ്റൂമും കൂടെ കൊടുക്കണമല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ ഇവൾ എന്ത് ചെയ്യുമെന്ന്. പക്ഷേ നമ്മൾ ഓരോ സാഹചര്യങ്ങൾ വരുമ്പം നമ്മളതുമായിട്ടങ്ങ് അഡ്ജസ്റ്റ് ആവും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഞാൻ എന്ത് സാധനങ്ങളുമായിട്ട് ഇപ്പോഴും അറ്റാച്ച്ഡ് ആവും ഭയങ്കരമായിട്ട്. പക്ഷേ ഇത് മാറിയൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് പോകേണ്ടി വന്നാൽ പെട്ടെന്ന് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെയൊക്കെ അങ്ങ് പോന്നു. ഞാനാണെങ്കിലേ മോനൂട്ടനെ പിരിഞ്ഞ് നിന്ന സമയം എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നു ഞാൻ കുഞ്ഞപ്പനെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയ 1-2 ദിവസമാണ് മോനൂട്ടൻ എൻ്റെ അടുത്ത് ഇല്ലാത്ത ദിവസം കേട്ടാ. ഇപ്പം പിന്നെ അന്നേരം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം മോനൂട്ടൻ മാത്രമല്ലേ ഉള്ളായിരുന്നു. ആ സമയത്തൊക്കെ ഇങ്ങനെ അവൻ ഒറ്റയ്ക്കായി പോവുമല്ലോ, അവന് എങ്ങനെയായിരിക്കും. അങ്ങനെ ഇപ്പം കുഞ്ഞപ്പനും കൂടെ വന്നു കഴിഞ്ഞപ്പം കുഴപ്പമില്ല. മോനൂട്ടൻ ഇച്ചിരി വലിയ ആളായില്ലേ. മോനൂട്ടൻ കുറച്ച് റെസ്പോൺസിബിളായ ഒരു ചേട്ടനായി മാറിയതുകൊണ്ട് എനിക്ക് അവൻ മാനേജ് ചെയ്യും അവിടെ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. പിന്നെ അമ്മു ചേച്ചി ഉണ്ടെങ്കിൽ അവന് കുഴപ്പമില്ല. അവർ രണ്ടുപേരും ഭയങ്കര റാപ്പോയാട്ടാ. അവർക്ക് രണ്ടുപേർക്കും ഒരേ ചിന്താഗതികൾ, ഒരേ മാനറിസംസ്, ഒരേ ഇഷ്ടങ്ങൾ ഉള്ള രണ്ടാൾക്കാരായതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ എൻജോയ് ചെയ്തോളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുഞ്ഞപ്പന് ദോശയൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെ പുറകെ ഓടി നടന്ന് ഞാൻ കൊടുക്കുക കേട്ടാ. കുഞ്ഞപ്പനും കൊടുക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് ഞാനും കഴിക്കുന്നുണ്ട് കേട്ടാ. നല്ല ദോശയായിരുന്നു. നാട്ടിലത്തെ ദോശമാവ് ഇവിടുന്ന് ഞാൻ പാക്കറ്റ് ദോശമാവ് വാങ്ങിക്കത്തേ ഇല്ല. നാട്ടിലത്തെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഏകദേശം നമ്മൾ അരയ്ക്കുന്ന പോലത്തെ തന്നെ ഒരു ടേസ്റ്റൊക്കെയാണ്. പക്ഷേ ഇവിടുത്തെ വാങ്ങിച്ചാൽ ഒട്ടും കൊള്ളത്തില്ലെന്നേ. ഒരുമാതിരി അരി വെച്ച് ദോശ ഉണ്ടാക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടേ ഇല്ല. ഒരേ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. 1-2 പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ വാങ്ങിക്കാറേ ഇല്ല. ഞാൻ നമ്മൾ അരി അരച്ച് തന്നെ എടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്തൊക്കെയെന്ന് പറഞ്ഞാലും രാത്രി പല്ലേൽപ്പിക്കാതെ ഞാൻ പിള്ളേരെ കിടത്തി ഉറക്കത്തില്ല കേട്ടോ. കുഞ്ഞപ്പനാണെങ്കിൽ വഴക്കിട്ടാണ് വന്നത്. കുഞ്ഞപ്പന് നല്ല ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് പല്ല് തേക്കണ്ടേന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിടിച്ച് പറിച്ച് കൊണ്ടുപോയി രാത്രിയിൽ പല്ല് തേക്കുന്നത് ഉറപ്പായിട്ട് എങ്ങനെയെങ്കിലും ചെയ്യിപ്പിച്ചിട്ടേ കിടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ആകെ ടയേർഡാട്ടാ. ഞങ്ങളൊന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. കുഞ്ഞപ്പനുമായിട്ട് ഒറ്റയ്ക്ക് കിടക്കാൻ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സത്യം പറയാമല്ലോ, ഞാൻ അത്ര വലിയ ധൈര്യശാലിയൊന്നുമല്ല. പിന്നെ എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ ഈ കള്ളന്മാരൊന്നുമല്ല പേടി. ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഇരുട്ടിൽ എനിക്ക് ആരെങ്കിലുമൊക്കെ കൂട്ടില്ലെങ്കിൽ ഒരു പേടിയായിട്ടാ. ഈ അവിടെ നിന്ന് ആരോ നോക്കി ചിരിക്കുന്ന പോലൊക്കെ ഒന്ന് തോന്നും. അതുകൊണ്ട് ഹോളിലെ ലൈറ്റ് അങ്ങ് ഇട്ടിട്ടാട്ടാ സേഫായിട്ട് കിടന്ന് ഉറങ്ങിയത്. അതെ, വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോയല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.